നമസ്കാരം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഐക്യരാഷ്ട്രസഭ ജൂൺ 26 അന്തർദേശീയ ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നു. ഇക്കഴിഞ്ഞ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 തിരുവല്ല മാക്ഫാസ്റ്റ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ എം പി പത്മകുമാറും എക്സൈസ് നാർക്കോട്ടിക് സെൽ പ്രിവന്റീവ് ഓഫീസർ ശ്രീ ബിനു വർഗീസും നൽകിയ ലഹരി വിരുദ്ധ സന്ദേശം നമുക്ക് കേൾക്കാം. ആദ്യം നമ്മളോട് സംസാരിക്കുന്നത് പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ എം പി പത്മകുമാർ. എനിക്ക് ഏറ്റവും ആദരണീയനായ ഫാദർ ശ്രീയാൻ ഫാദർ, മറ്റെല്ലാവരും ബഹുമാന്യർ തന്നെയാണ്, കൂടിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ 10 മിനിറ്റ് ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ തന്നെ കടന്നു പോയ പോലെ തോന്നി. എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. അപ്പം അവരെ എപ്പോഴും ഇപ്പം എഞ്ചിനീയറിംഗ് വിട്ട സമയത്തൊക്കെ ഞാൻ അവരെ പല കോളേജിലും ഗവൺമെൻറ് കോളേജൊക്കെ കിട്ടിയപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും പോയി വരാനാണ് എൻ്റെ കുഞ്ഞിനെ അവിടെ ഏർപ്പാട് ചെയ്തത്. ഇപ്പം മകളുടെ കാര്യത്തിലും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം എനിക്കറിയാം സ്വാതന്ത്ര്യം എത്രമാത്രം വലുതാണെന്ന്. ഞാനും സ്വാതന്ത്ര്യത്തിൻ്റെ കുറിച്ച് വേണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്ര അച്ചടക്കത്തോടെ വളർത്തിയാലും അവരിറങ്ങിച്ചില്ലെന്നത് ഈ പറയുന്ന ഡ്രഗ്സിൻ്റെയും ഒക്കെ സമൂഹത്തിലേക്കാണ്. എനിക്കൊരു പേരൻ്റ് എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ആകെ ഒരു കാര്യം, എനിക്ക് കഴിയാവുന്നിടത്തോളം കാലം അവരെ എൻ്റെ ചിറകിൻ്റെ കീഴിൽ നിർത്തുക എന്ന് മാത്രമാണ്. ഈ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഒരു സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് വീടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നാണ്. വീട് തണലൊരുക്കുന്നതിന് പകരം അതൊരു ചൂടൊരുക്കുകയാണെങ്കിൽ കുട്ടികളും ആ ചൂടിലേക്ക് തേടി തന്നെ പോകാം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഷോർട്ട് ഫിലിം. ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം സത്യത്തിൽ മനോഹരമായിട്ട് തന്നെ ചെയ്തു. ഷിബു ഗംഭീരമായിട്ട് അഭിനയിച്ചു. അദ്ദേഹത്തിൻ്റെ മകനായിട്ട് അഭിനയിച്ച ആളും ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ അടുത്തിടെ ഞാൻ സോഷ്യൽ മീഡിയ റീൽസ് കണ്ട കൂട്ടത്തിൽ മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു ചലച്ചിത്രകാരൻ പറയുകയുണ്ടായി, നരസിംഹ എന്ന സിനിമയിൽ മോഹൻലാൽ കയ്യിലെ ഒരു ഗ്ലാസ്സിൽ മദ്യം കുളത്തിൽ മുക്കി ഇങ്ങനെ കുടിക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് സമൂഹത്തിലെ ആൾക്കാർ അത് കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം കുറ്റം പറഞ്ഞത് പ്രേക്ഷകനെയാണ് കുറ്റം പറഞ്ഞത്. പ്രേക്ഷകൻ ബോധവാനാകാമെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള തെറ്റുകൾ സിനിമയിൽ കാണിക്കുമ്പോൾ അത് അനുകരിക്കാതിരിക്കുമെന്ന്. ശരിക്കും അദ്ദേഹത്തോട് എന്തെങ്കിലും കാണുമ്പോൾ അദ്ദേഹത്തോട് ചെവിയോട് ചേർത്ത് നിന്ന് എനിക്ക് പറയണം, സാർ അങ്ങ് പറഞ്ഞ തെറ്റാണ്. ഒരു പ്രേക്ഷകൻ എന്തെങ്കിലും സിനിമയായി കണ്ടു തുടങ്ങിയാൽ അന്ന് സിനിമ വ്യവസായം അവസാനിക്കും. ഒരു മാജിക് കാണിക്കുന്ന ഒരു വ്യക്തി മാജിക്കിന്റെ രഹസ്യം എന്ന് പുറത്തു വിടുന്നു, അതോടുകൂടി മാജിക് അവസാനിക്കും. അപ്പോൾ സിനിമയെ നിലനിർത്തുന്നതെല്ലാം ഈ പറയുന്ന എല്ലാം നമ്മൾ ഒരുപാട് കാലം കൊണ്ട് നമ്മുടെ ബ്രെയിനിനെ പരുവപ്പെടുത്തി റിയാലിറ്റിയിലേക്ക് എത്തിയ ആളാണ്. പലതും നമുക്ക് നേരിടാൻ പറ്റും നമ്മുടെ തലച്ചോറിന്റെ ചിന്ത കൊണ്ട്. പക്ഷെ സിനിമ എന്ന ഹോളിലേക്ക് എത്തിക്കഴിഞ്ഞ് ഇരുണ്ട വെളിച്ചത്തിൽ നമ്മൾ ആ സ്ക്രീനിലേക്ക് മുഴുകിയിരിക്കുമ്പോൾ നമ്മൾ റിയാലിറ്റി ആയിട്ട് കാണുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡാർക്ക് നൈറ്റ് എന്നൊരു സിനിമ കണ്ടപ്പോൾ ആ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഒരു യുവാവ് തോക്കുമായി കടന്നിയെന്ന് അവിടെ ഇരിക്കുന്നവരെല്ലാം വെടിവെച്ച് കൊണ്ടത്. പ്രേമം എന്ന സിനിമ കണ്ട സമയത്ത് കൊല്ലത്തെ ഒരു കോളേജിലേക്ക് കറുത്ത മുണ്ടും ചുമന്ന ഷർട്ടും ഉടുത്തിട്ട് നായകൻ ജീപ്പിൽ തള്ളിക്കയറുന്നത് സിനിമ സ്വാധീനിച്ചതുകൊണ്ടാണ്. ഞാൻ സിനിമയുടെ ഭാഗമാണ്. എനിക്കറിയാം സിനിമ എത്രമാത്രം സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നുണ്ട്. ഏറ്റവും തെളിവാണ് ഈ അടുത്ത രോമാഞ്ചം എന്ന് പറയുന്ന ഒരു സിനിമ. എത്രമാത്രം മനോഹരമായി പറഞ്ഞു കൊടുത്തെന്നറിയാവോ? നാക്കിൻ്റെ അടിയിൽ എങ്ങനെ ഈ സാധനങ്ങളൊക്കെ വെക്കാവുന്ന. സെൻസർ ബോർഡിലെ മെമ്പറാണ് ഞാൻ. പലപ്പോഴും നമുക്ക് പലതും എന്താ പറയുന്നത്, എല്ലാം ഭൗതികതയും എല്ലാം കൊമേഴ്സ്യലൈസ് ചെയ്യുന്നൊരു കാലത്തൂടെ ചിലതൊക്കെ അറിയാതെ നമ്മുടെ വഴിയിലൂടെ നടന്നു പോകാറുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയുന്നത്, ഈ ലഹരി ഒരിക്കലും നമുക്ക് നല്ലതല്ല. നിവേദ്യം എന്നൊരു സിനിമ ഞാൻ അഭിനയിച്ചൊരു സിനിമയാണ്. ആ സിനിമ ലോഹിദാസ് എന്ന് പറയുന്ന ആ ഗുരുവിൻ്റെ മുമ്പിൽ എത്ര മനോഹരമായിട്ട് അഭിനയിക്കണോ അത്രമാത്രം ഞാൻ കാത്തിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ഫസ്റ്റ് ഷോട്ട് കയ്യിൽ ഇങ്ങനെ ഒരു ഗുഡ്ക പോലൊരു സാധനം വെച്ചിട്ട് അടിച്ച് ഇങ്ങനെയൊക്കെ ഇടുന്നൊരു ഷോട്ടാണ്. അപ്പോൾ ലോഹിത് സാറിനെ ഇമ്പ്രസ് ചെയ്യാമെങ്കിൽ എനിക്ക് സിനിമയിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ച് ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റിനെ കൊണ്ട് ഒരുപാട് ഗുഡ്ക വാങ്ങിപ്പിച്ച് ഞാൻ ഇടവേളകളിൽ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇട്ടിട്ട് ഞാൻ അറിയാതെ എൻ്റെ ബോധ മനസ്സിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഇതിൻ്റെ ലഹരി എൻ്റെ സിരകളിലേക്ക് കയറുകയാണ്. ഞാൻ അറിഞ്ഞില്ല. എന്നെ വിളിച്ചു, പത്മവർമ്മ അഭിനയിക്കാൻ വിളിച്ചു. എന്നെ എല്ലാം റെഡിയല്ലേ? ഞാൻ പറഞ്ഞു ശരി സാർ റെഡിയാണ്. ശരി, ആക്ഷൻ പറഞ്ഞ സമയത്ത് എൻ്റെ പേശികൾ ചലിച്ചില്ല. എൻ്റെ മനസ്സിൽ എന്താണോ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച എൻ്റെ മുഖത്ത് വന്നില്ല. അപ്പോൾ എനിക്ക് ബോധ്യമായി, എല്ലാ ലഹരികളും നമ്മുടെ സത്വത്തെ മറച്ചിട്ട് നമ്മുടെ ബോധ മനസ്സിനെ മറച്ചിട്ട് എന്തൊക്കെയായി തീരാൻ കൃത്രിമ ശ്രമം നടത്തുകയാണ്. ഇങ്ങനെ പോകെ ഈ മനോഹരമായിട്ട് കിട്ടിയ ഈ ജീവിതം നമ്മൾ ഏതെങ്കിലും സ്പോട്ടിൽ ഇല്ലാതാക്കി കളയും. ശിവ സാറ് പറഞ്ഞ പോലെ പല്ലൊക്കെ ഇല്ലാതായി ഓർമ്മയൊക്കെ നശിച്ച് നമ്മളൊക്കെ വല്ലാതെ ചുക്കി ചുണിഞ്ഞ് നമ്മൾ ഈ ജീവിതം ആസ്വദിക്കാതെ കടന്നു പോകേണ്ടി വരും. ഈ ഷോർട്ട് ഫിലിം അതിനുള്ള വലിയൊരു ഒരു വിദൂരമായ കാഴ്ച നമുക്ക് തരികയാണ്. വീട്ടിൽ നിന്നും നമ്മളിത് നിയന്ത്രിക്കണം. എത്ര സ്നേഹത്തോടെ മക്കളെ ചേർത്ത് പിടിച്ചാലും അവനൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് അവനെ അല്ലെങ്കിൽ അവളെ പറഞ്ഞു കൊടുത്ത് ജീവിതത്തിന് നേരെ കൊണ്ടുവരാനായിട്ട് ഓരോ പേരൻറ്റും ശ്രമിക്കണം. മനോഹരമായ ഷോർട്ട് ഫിലിമാണ് ഇത്. ഒരുപാട് പേരുടെ ഇടയിലേക്ക് കത്തിക്കയറട്ടെ, ഒരുപാട് പേരുടെ ഹൃദയത്തിൽ ഇത് കൊള്ളട്ടെ. ഏതെങ്കിലും പേരൻറ്റിന് തൻ്റെ മകളെ തിരുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അതേ സമൂഹത്തിന് വലിയൊരു കാര്യമാണ് ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നേരുന്നു. ശ്രോതാക്കളെ, ലഹരി എന്ന വൻ വിപത്തിനെതിരെ
രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുകയെന്ന ലക്ഷ്യവുമായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന 1987 മുതൽ ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. ലഹരിക്കെതിരെ ഏറ്റവും ഫലപ്രദമായ മാർഗം നമുക്കറിയാം, ബോധവൽക്കരണമാണ്. അടുത്ത വാക്കുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നു. നമ്മളോട് സംവദിക്കുന്നത് എക്സൈസ് നാർക്കോട്ടിക് സെൽ പ്രിവെന്റീവ് ഓഫീസർ ശ്രീ ബിനു വർഗീസാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ബഹുമാനായിരിക്കുന്ന ചെറിയാനച്ച, പത്മകുമാർ സാർ, രാധാകൃഷ്ണൻ സാർ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, അധ്യാപകരെ, മാക്ഫാസ്റ്റ് കോളേജിലെ ഇതിൻ്റെ പ്രവർത്തകരെ, ക്ലബ്ബ് ഈ FM ക്ലബിൻ്റെ സാരഥികളെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, സന്തോഷം തോന്നി ഒരു ചെറിയ 10 മിനിറ്റ് നിമിഷത്തിൽ വളരെ മനോഹരമായി ഒരു വീഡിയോ രാധാകൃഷ്ണൻ സാറ് പറഞ്ഞപ്പോൾ ഒരു ദിവസം കൊണ്ട് മാത്രം സൃഷ്ടിച്ച ഒരു സാധനമാണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം ഇത് ഒരു ദിവസം കൊണ്ട് മാത്രം ക്രിയേറ്റ് ചെയ്ത ഒരു സാധനമായിട്ട് തോന്നിയില്ല. ശരിക്കും പറഞ്ഞാൽ ഏതാണ്ടൊരു മാസങ്ങളോളം പ്ലാനിങ്ങും മാസങ്ങളോളം ഷൂട്ടിങ്ങും ഒക്കെ ആയിട്ട് തന്നെ തോന്നിപ്പോയി ഇതിൻ്റെ പ്രവർത്തനം. വളരെ സന്തോഷമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നറിയാം. ജൂൺ 26 എന്താണെന്ന് ലഹരി എന്തോ എൻ്റെ ഓർമ്മയാണ്. ഓരോ ദിവസങ്ങളും ഓരോ കാര്യങ്ങളെ ഓർത്തിരിക്കുന്നതിന് വേണ്ടിയും അതിൻ്റെ പ്രാധാന്യത്തിന് വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത്. ഓഗസ്റ്റ് 15 നമുക്കറിയാം അല്ലേ? എന്തിനാ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം, ഒരു അവധി കിട്ടുന്ന ദിവസം അല്ലേ? അത് കഴിഞ്ഞിട്ട് ജനുവരി 26 ഉണ്ടല്ലേ? എന്താണ്? റിപ്പബ്ലിക് ദിനമാണ്. എന്തോ 2 ദിവസം നമ്മൾ വ്യത്യാസം കുഞ്ഞുങ്ങളെ? നമുക്ക് 2 അവധി കിട്ടും അല്ലേ? കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്? ഉണ്ടോ? ഇതാണ് നമ്മുടെ പ്രശ്നം അല്ലേ? എല്ലാവർക്കും അവധിയെക്കുറിച്ച് അറിയാം, പക്ഷേ ഈ ദിവസത്തിൻ്റെ പേരും അറിയാം, പക്ഷേ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അറിയില്ല. സ്വാതന്ത്ര്യം ഓഗസ്റ്റ് 15 കിട്ടിയെങ്കിലും ഈ സ്വാതന്ത്ര്യം എവിടെ വരെയാകും? എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്നേഹവും സ്വാതന്ത്ര്യവും പരിഗണനയും. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സ്നേഹം വേണം, മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം കിട്ടണം, സ്വാതന്ത്ര്യത്തോട് നടക്കാൻ പറ്റണം, അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് നടക്കാൻ സാധിക്കണം, പരിഗണന, മറ്റുള്ളവരിൽ നിന്ന് പരിഗണന ലഭിക്കണം. പക്ഷേ ഈ സ്വാതന്ത്ര്യം അമിതമായി പോയാൽ വലിയ പ്രശ്നം. അപ്പോൾ സ്വാതന്ത്ര്യം എവിടെ വരെ ആകാം? സ്വാതന്ത്ര്യത്തിനകത്ത് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ കടമകളുണ്ട്, എന്തൊക്കെ നമുക്ക് റൈറ്റ്സ് ഉണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട് എന്നെല്ലാം കൃത്യമായി നമ്മളോട് പറയുന്നതാണ്. എനിക്ക് വേണമെങ്കിൽ അച്ഛനോട്, ഇപ്പം ചെറിയാനച്ഛനോട് ഒരു കാര്യം ഉണ്ടെങ്കിൽ ചെറിയാനച്ഛൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാം, ശരിയല്ലേ? സംസാരിക്കരുത് മക്കളെ, അതെൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ്. അച്ഛനോട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാം. പക്ഷേ അച്ഛൻ്റെ കണ്ണി കുത്തിക്കൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്തുകൊണ്ടാണ്? എൻ്റെ സ്വാതന്ത്ര്യം അവിടെ വരെ ഉള്ളൂ. അച്ഛൻ്റെ അടുത്ത് വരെ നിന്ന് സംസാരിക്കാനുള്ള അവകാശമുള്ളൂ. അച്ഛൻ്റെ ദേഹത്തോട് സംസാരിക്കാൻ എനിക്ക് ഒന്നും പറയുന്നില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടോ? ഇല്ല. അപ്പോൾ സ്വാതന്ത്ര്യത്തിനൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിനെ കുറിച്ച് കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന സാധനമാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഭരണഘടന ഉണ്ടായ സമയമാണ് എന്തോന്ന്? റിപ്പബ്ലിക് ദിനം. ഒരു ഭരണഘടന, ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ടാകും. അതുപോലെ ഓരോ ദിവസത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ജൂൺ 26 പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ വ്യക്തമായി അറിയണം. ലോകരാജ്യങ്ങൾ പരസ്പരം അവരുടെ ശക്തി പ്രകടിപ്പിക്കാനും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്ന പരിപാടി യുദ്ധങ്ങൾ ചെയ്യുക എന്ന് പറയുന്നതാണ്. മറ്റു രാജ്യങ്ങളെ പിടിച്ചെടുക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യും. നമുക്കറിയാം അല്ലേ? പല രാജ്യങ്ങളും ഇപ്പം 2 യുദ്ധങ്ങൾ നമ്മൾ കേട്ടുന്നുണ്ടോ? റഷ്യയും ആരും തമ്മിലുള്ള യുദ്ധം, ഉക്രൈനും തമ്മിൽ യുദ്ധമാണ്. വേറൊരു രാജ്യങ്ങൾ തമ്മിലുണ്ട്, ഇസ്രായേലും പാലസ്തീനും. അപ്പം യുദ്ധങ്ങൾ നടക്കാൻ. ഈ യുദ്ധങ്ങളിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഒരു രാജ്യം മറ്റു രാജ്യത്തിനോട് ഞങ്ങളുടെ പവർ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, ഞങ്ങളുടെ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് പവർ കാണിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ 2 കൂട്ടത്തിലും വലിയ നഷ്ടങ്ങളാണ്. 2 പേർക്കും ഗംഭീരമായ നഷ്ടമാണ്. 2 പേരുടെ മാൻ പവർ നഷ്ടമാണ്, 2 പേർക്കും വെപ്പൺസ് നഷ്ടമാണ്, 2 പേർക്കും ഫിനാൻഷ്യൽ നഷ്ടങ്ങൾ. പക്ഷെ ചില ബുദ്ധിയുള്ള ആൾക്കാർ എന്തോ എന്നറിയാമോ? ഒരാളിനെ തകർക്കാൻ, ഒരു രാജ്യത്തെ തകർക്കാനുള്ള എളുപ്പവഴി യുദ്ധമല്ലാതെ വേറെ എന്തെങ്കിലും തന്ത്രം കണ്ടുപിടിക്കും. അങ്ങനെ തന്ത്രം കണ്ടുപിടിച്ച ആൾക്കാരാണ് ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ രാജ്യത്തിൻ്റെ മേൽ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി കണ്ടുപിടിക്കുന്ന മെത്തേഡ് പണ്ട് യുദ്ധം ചെയ്തല്ല, അവരെന്തെങ്കിലും ഒരു ട്രിക്കും കൊണ്ട് ആ രാജ്യത്ത് കയറും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെത്തിയത്. പണ്ട് ഇന്ത്യ ആരാ ഭരിച്ചിരുന്നതെന്നറിയാം? ആരാ? ബ്രിട്ടീഷുകാർ അല്ലേ? അവരൊരു കമ്പനിയാണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേരിൽ എന്തോ ചെയ്തു? നമ്മുടെ നാട്ടിലേക്ക് വ്യവസായത്തിന് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി എത്തിയതാണ്. കച്ചവടത്തിന് വേണ്ടി എത്തി നമ്മൾ പോലും അറിയാതെ എന്തോ ചെയ്തു? നമ്മുടെ മേൽ അവർ ആധിപത്യം സ്ഥാപിച്ചു. ഇത് ബ്രിട്ടീഷുകാരുടെ ഒരു ഭയങ്കര പരിപാടിയാണ്. അങ്ങനെ അവരെന്ത് ചെയ്തറിയാമോ? ചൈനയെ പിടിക്കണം, ചൈനയ്ക്കുള്ളിൽ ഒന്ന് കയറണം. ചൈനയ്ക്കുള്ളിൽ കയറാൻ വേണ്ടി നോക്കിയപ്പോൾ അവർക്ക് ഒരു കാരണവശാലും കയറാൻ പറ്റില്ല, ചൈനയെ പിടിക്കാൻ പറ്റുന്നില്ല.
ചൈന ഭയങ്കര പവറാണ്. ലോകത്തിൻ്റെ മുന്നിൽ ഇപ്പോഴും ഏറ്റവും വലിയ മിലിറ്ററി പവറുള്ള ഒരു രാജ്യം, ഏറ്റവും വലിയ ആർമിയുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ചൈനയാണ്. സമ്പത്ത് കൊണ്ട് വലിയ രാജ്യമാണ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്സ് ഉള്ള രാജ്യമാണ് ആര്? ചൈന. അപ്പൊ ചൈനയെ പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷ് സാമ്രാജ്യം നോക്കിയ സമയത്ത് പറ്റുന്നില്ല. അപ്പൊ അവർക്ക് അങ്ങ് വാശിയായി. അവരെന്തോ എന്നറിയാമോ? ചൈനയിലെ യുവത്വത്തെ തകർക്കാൻ തീരുമാനിച്ചു, ചൈനയിലെ യുവാക്കളെ തകർക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ചൈനയിലെ കൗമാരക്കാരെ തകർക്കാൻ തീരുമാനിച്ചു. എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളായ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം തകർന്നു പോകും, ഇന്ത്യ തകർന്നു പോകും. കാരണം ഇപ്പൊ കുറച്ചു മുമ്പ് ഇവിടെ സംസാരിച്ച പത്മകുമാർ സാറായാലോ, ഞാനായാലോ, അച്ഛനായാലോ, രാധാകൃഷ്ണൻ സാറായാലോ എല്ലാം ഞങ്ങളൊക്കെ കുറേ കഴിയുമ്പോൾ ഇവിടെ നിന്ന് എന്തോ ചെയ്യും? റീപ്ലേസ് ചെയ്യപ്പെടും. ഇല്ലേ മക്കളെ? റീപ്ലേസ് ചെയ്തില്ലേ? പക്ഷേ ഈ സ്ഥാനങ്ങളിലേക്കൊക്കെ വരാൻ ഇനിയും പുതിയ ആൾക്കാർ വേണ്ടേ? സിനിമാ ലോകത്തിന് ഒരു പത്മകുമാർ സാറിന്റെ സ്ഥാനത്ത് വേറൊരാൾ വേണം, ശരിയല്ല? മാക്ഫാസ്റ്റിന്റെ ഡയറക്ടറായി എന്തോ വേണം? വേറൊരാൾ വേണം. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ബിനു വർഗീസിന് പകരം വേറൊരാൾ വേണം വർഷങ്ങൾക്ക് ശേഷം. ഇത് ഈ നാടിനെ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സൈക്കിളാണ്. ഇങ്ങനെ ആൾക്കാർ വേണം. ഇത് എവിടുന്നാ വരേണ്ടത്? എവിടുന്നാ? ഉറക്കെ പറ. നിങ്ങളിൽ നിന്നാണ് വരേണ്ടത്. അപ്പൊ നിങ്ങൾ ഇല്ലാതായി മാറിയാൽ സ്റ്റോപ്പായി, ശരിയല്ലേ? അപ്പൊ നിങ്ങൾ ഉണ്ടാകണം. ബ്രിട്ടീഷ് സാമ്രാജ്യം കണ്ടുപിടിച്ച വഴി എന്താണെന്ന് അറിയാം? ചൈനയിലെ യുവത്വത്തെ നശിപ്പിക്കുക. ചൈനയിലെ യുവത്വം നശിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തെ എളുപ്പം പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി അവർ കണ്ടെത്തിയ വഴി എന്താണെന്ന് ചോദിച്ചാൽ അവിടേക്ക് മയക്കുമരുന്ന് ഇറക്കുമതി ചെയ്തു. ഓപ്പിയം എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ കറുപ്പ് എന്ന് പറയുന്ന ഒരു ലഹരി വസ്തു ഉണ്ട്. പക്ഷെ അത് അവിടുത്തെ യുവത്വത്തെ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് മനസ്സിലായി ഇതൊരു വലിയ പ്രശ്നമാണ്. ചൈനയിലെ ഒരു മനുഷ്യൻ, ലിൻ സാഷു എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ചൈനക്കാരുടെ പേരൊക്കെ അങ്ങനെയൊക്കെയാണ് കേട്ടോ, അതുകൊണ്ടാണ് അവരുടെ പേര് പറഞ്ഞത് ലിൻ സാഷു എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് മനസ്സിലായി ഇതൊരു വലിയ പ്രശ്നമാണ്. സാമൂഹ്യ പരിഷ്കർത്താക്കന്മാർ പല കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ചിന്തിക്കാനും തുടങ്ങും. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, വിദ്യാഭ്യാസ കുറവ്, ഇതൊക്കെ മാറ്റിയത് പല സാമൂഹ്യ പരിഷ്കർത്താക്കളാണ്. മനസ്സിലായല്ലോ? പഴയ ക്രിസ്ത്യൻ വൈദികരൊക്കെയാണെന്തോ ഇത് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിച്ചത്. അതുകൊണ്ടാണ് പള്ളിക്കൂടം എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളും തൊട്ടുകൂടായ്മയെക്കുറിച്ച് മനസ്സിലായിക്കൊണ്ട് അതിനെതിരെ ശ്രീനാരായണ ഗുരു അങ്ങനെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് ഓരോ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. അതുപോലെ ചൈനയിൽ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ലിൻ സാഷുവിന് മനസ്സിലായി എന്തോന്നാണ്? എൻ്റെ നാട് നശിക്കാൻ പോകുന്നു, എൻ്റെ നാട്ടിലേക്ക് എന്തോ വരുന്നു? കറുപ്പ് നശിക്കാൻ. അതിന് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? അദ്ദേഹത്തിന് പറ്റുന്ന നല്ല ഒരു 100 വോളണ്ടിയേഴ്സിനെ തിരഞ്ഞെടുത്തിട്ട് ഈ കറുപ്പ് നശിപ്പിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ചൈനയിൽ വന്നിരിക്കുന്ന കറുപ്പിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. 3 ദിവസം നീണ്ടു നിന്ന ഒരു പരിപാടിയായിരുന്നു. ജൂൺ 24 തുടങ്ങി ജൂൺ 26 വരെ നീണ്ടു നിന്ന ഒരു ചെറിയ പരിപാടിയുടെ ഭാഗമായി അവരെന്തോ ചെയ്തു? ചൈനയിലുള്ള കറുപ്പിനെ പൂർണ്ണമായി നശിപ്പിച്ചു. ഇതിന്റെ ഓർമ്മയാണ് എന്തോന്ന്? ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കും. അപ്പൊ നമ്മൾ ഇനി അറിഞ്ഞിരിക്കണം, ജൂൺ 26 എന്താണെന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം, അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ പറഞ്ഞ എന്താണെന്ന്? ഓരോ വർഷവും വ്യത്യസ്തമായ ചില തീമുകൾ എടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അച്ഛൻ മുമ്പേ തീം പറഞ്ഞു. എന്തായിരുന്നു തീമിന്റെ പേര് ഓർമ്മയുണ്ടോ? ഈ വർഷത്തെ തീമിന്റെ പേര് അച്ഛൻ പറഞ്ഞായിരുന്നു. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു കുഞ്ഞുങ്ങൾ? എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. ഇതൊരു കോടതി വാക്കാണ്, മനസ്സിലായല്ലോ? കോടതിയിൽ വാദിയെയും പ്രതിയെയും ഒക്കെ കൊണ്ടു നിർത്തി കഴിയുമ്പോൾ 2 വക്കീലുമാർക്കും എന്തുകൊണ്ടെന്നറിയാമോ? പ്രതിക്കെതിരെയുള്ള കുറ്റം ആരോപിക്കാൻ വേണ്ടിയുള്ള വിസ്താരങ്ങളൊക്കെ നടക്കും. അവിടെ എക്സാമിനേഷൻ, ക്രോസ് എക്സാമിനേഷൻ എന്നൊക്കെ പറഞ്ഞ പരിപാടികളുണ്ട്. കുഞ്ഞുങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ, നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് കേട്ടോ, നിങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ്. അപ്പൊ സംസാരിച്ചെല്ലാം കഴിയുമ്പോൾ പ്രതിക്കെതിരെയുള്ള കുറ്റം തെളിഞ്ഞു എന്ന് വിചാരിക്കുക. തെളിഞ്ഞു കഴിയുമ്പോൾ ജഡ്ജി പറയും, എന്താ പറയും? കൃത്യമായി തെളിഞ്ഞിരിക്കുന്നു, എവിഡൻസ് എല്ലാം പ്രതിക്കെതിരാണ്, എവിഡൻസ് ഈസ് ക്ലിയർ. ഇനി എന്തോ ചെയ്താൽ മതി മക്കളെ? ശിക്ഷ വിധിച്ചാൽ മതി. മനസ്സിലായല്ലോ? ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിൽ ലഹരി ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായി അറിയാം. നമ്മളെ സംബന്ധിച്ച് വ്യക്തമായി അറിയാം എന്താണ് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ. ആ പ്രത്യാഘാതങ്ങൾ ഒന്ന് കാണിച്ചു കണ്ടോ? ഒരു പയ്യൻ അവിടെ നിന്ന് എന്തോ ചെയ്യുക? ആ സമൂഹത്തെക്കുറിച്ച് ഒന്നും അറിയാതെ അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുക. ഭ്രാന്തന്മാരായി പോവുകയാണ്. അത് നമ്മൾ അറിയണം, നമ്മുടെ സയൻസ് ആണത്. നമ്മുടെ തലച്ചോറിനുള്ളിൽ കുറച്ച് രാസവസ്തുക്കളുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രാസവസ്തുക്കളുണ്ട്. ദൈവം നമ്മളെ സൃഷ്ടിച്ച സമയത്ത് ഒരു മനുഷ്യനെന്ന രൂപത്തിൽ നമ്മളെ സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ സാധനങ്ങളൊക്കെ ഓരോരുത്തർക്കും കൃത്യമായി വെച്ചു, അല്ലേ? കണ്ണെടുത്ത് ഇവിടെ തന്നെ വെച്ചു. കണ്ണതിന് പകരം വേറെ എവിടെയെങ്കിലും വെച്ചായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കി. മേളിലായിരുന്നിരുന്നെങ്കിൽ വെള്ളം വീഴുമ്പോൾ കണ്ണിനകത്ത് വെള്ളം വീഴുമായിരുന്നു, അല്ലേ? വെള്ളം വീഴത്തില്ലേ? അപ്പൊ കൃത്യമായ ഒരു മനുഷ്യന്റെ രൂപത്തിൽ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. ഈ കെമിക്കൽസ് വെച്ചാൽ വയറിനകത്തൊരു കെമിക്കലുണ്ട്, ദഹന പ്രക്രിയയെ സഹായിക്കാൻ വേണ്ടി ഹൈഡ്രോക്ലോറിക് ആസിഡ്. പഞ്ചസാര ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരത്തുണ്ട് ഇൻസുലിൻ ഉണ്ട്. എന്ന് പറയുന്നത് പോലെ നമ്മുടെ തലച്ചോറിൽ 4 കെമിക്കൽസ് ഉണ്ട്. ദേ ആർ കാൾഡ് ഹാപ്പി കെമിക്കൽസ്. തലച്ചോറിലുള്ള കെമിക്കൽസിനെ വിളിക്കുന്ന പേരാ മക്കളെ എന്തോന്ന്? ഒന്നിന്റെ പേരാണ് ഡോപ്പമിൻ, അടുത്തവന്റെ പേരാണ് എൻഡോർഫിൻ, അടുത്തവന്റെ പേരാണ് ഓക്സിട്രോസിൻ, 4ാമത്തെ പേരാണ് സ്റ്റെറോട്ടോണിൻ. മനസ്സിലായല്ലോ? 4 കെമിക്കൽസ് നമ്മുടെ ശരീരത്തിലുണ്ട്, തലച്ചോറിലുണ്ട്. അതിനെ വിളിക്കുന്ന ഹാപ്പി കെമിക്കൽ. ഞാൻ ഇതിനകത്ത് 2 പേരെ കുറിച്ച് മാത്രം പറഞ്ഞിട്ട് നിർത്തിയാണ്. അതിനകത്ത് ഒരു സാധനം സ്റ്റെറോട്ടോണിനാണ്. സ്റ്റെറോട്ടോണിൻ മൂഡ് കെമിക്കൽ എന്ന് വിളിക്കും.
മൂഡ്. എന്താണ് മൂഡ് എന്ന് പറഞ്ഞാൽ? ഒരിടത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ള കണ്ടീഷൻ. ഇപ്പം നിങ്ങളുടെ മൂഡ് എന്തുവാ? യഥാർത്ഥത്തിൽ ചെറിയാനച്ചൻ ഒരു സഭയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ മാക്ഫാസ്റ്റ് കോളേജിന്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് കൊണ്ടുപോകുന്ന ആളാണ്, ശരിയല്ലേ? രാധാകൃഷ്ണൻ സാർ ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ. പക്ഷെ ഇപ്പോഴും അവരിയ്ക്കുന്ന ഏത് മൂഡിലാ മക്കളെ? ഇപ്പൊ അവരിയ്ക്കുന്ന മൂഡ് ഏതാ? കേൾക്ക് പറയുന്നില്ല. അവരിയ്ക്കുന്ന മൂഡ് ഏതാ? ഹാപ്പി മൂഡാണോ അവരിയ്ക്കുന്നത്? അല്ല, ഒരു വിദ്യാർത്ഥിയുടെ, ഒരു കേൾവിക്കാരന്റെ മൂഡിലായിരിക്കുന്നത്, ശരിയല്ലയോ? ആണോ? ഒരു മരണ വീട്ടിൽ ചെന്നാൽ നമ്മുടെ മൂഡ് എന്തുമായിരിക്കും? സങ്കടത്തിന്റെ മൂഡ്. ഒരു കല്യാണ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ മൂഡ് എന്തുമായിരിക്കും? ഹാപ്പിനെസിന്റെ മൂഡ്. അത് ഓരോരുത്തർക്കും നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മുടെ മൂഡെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ആരാണ് പ്രകടിപ്പിക്കുന്നത് അറിയാമോ? ബ്രെയിൻലെസ് ടെറോട്ടോൺ. പക്ഷേ കണ്ടോ, കൂട്ടുകാരുടെ കൂടിരുന്നിട്ടും ആ പയ്യന്റെ മൂഡ് എങ്ങനെ ഇരിക്കുക? അവൻ അവിടെ നടക്കുന്ന കാര്യമൊന്നും അറിയത്തില്ല. അവൻ ഇങ്ങനെ എന്തോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. കണ്ടോ, മൂഡ് മാറിയുണ്ടോ? മൂഡ് മാറിയപ്പോൾ നമ്മൾ ആരായി മാറും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മരണ വീട്ടിൽ നമ്മൾ ദുഃഖത്തോടു കൂടിയുള്ള മൂഡ് കാണിക്കുന്നതിന് പകരം മരണ വീട്ടിൽ നമ്മൾ പൊട്ടിച്ചിരിച്ചാൽ, നിങ്ങൾ തന്നെ പറ, ബാക്കിയുള്ളവരെന്തോ പറയും മക്കളെ? ഒന്നുകിൽ അടി കിട്ടും, ശരിയല്ലോ? ഇല്ലെങ്കിൽ കാണുന്നവരെന്തോ പറയും? അവന് വട്ടനാണ്. നിങ്ങളുടെ ഭാഷയെ പറഞ്ഞു, ഞങ്ങളെങ്കിൽ വട്ടനൊന്നുമല്ല നിങ്ങളുടെ ഭാഷ. അങ്ങനെയാണോ? നിങ്ങളുടെ ഭാഷ എന്തോ? സൈക്കോ അല്ലേ? ഞങ്ങൾ ആ വട്ടനെന്നും ഭ്രാന്തനെന്നും ഒക്കെ പറഞ്ഞു. ഞങ്ങളുടെ ഇച്ചിരി പ്രായമുള്ള ജനറേഷൻ അല്ലേ പറയും. നിങ്ങളൊക്കെ പറയുന്നത് അങ്ങനെയല്ലോ, സൈക്കോ ആണ് അല്ലയോ? ഞങ്ങൾ പണ്ട് കൂട്ടുകാരെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കൂട്ടുകാരെന്നാണോ പറയുന്നത്? അല്ലല്ലോ, ബെസ്റ്റി അല്ലേ, ചങ്ക്, ബ്രോ എന്നൊക്കെ അല്ലേ പറയുന്നത് അല്ലേ? നിങ്ങളുടെ ഭാഷയുണ്ടല്ലോ, ഒരു പുതിയ ഭാഷ അല്ലേ? അപ്പൊ അവനാരാ? സൈക്കോ ആവുക. കേട്ടോ, അപ്പൊ മൂഡൊന്ന് ചേഞ്ച് ചെയ്താൽ പോലും ആൾക്കാർ നമ്മളെ വിളിക്കുന്നത് സൈക്കോ എന്ന്. കണ്ടോ, ആ ചെറുപ്പക്കാരനെ കണ്ടോ? അപ്പൊ ലഹരി ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ ആരായി മാറും? സൈക്കോസായി മാറും. ഇനി ഓക്സിട്രോസിൻ എന്ന് പറഞ്ഞ കെമിക്കൽ ഉണ്ട് നമ്മുടെ തലച്ചോറിൽ. ഓക്സിട്രോസിൻ എന്ന് പറഞ്ഞ കെമിക്കൽ എന്താണെന്ന് അറിയാം? നമുക്ക് വ്യക്തികളെ തിരിച്ചറിയാനുള്ള ബിഹേവിയർനെസ് തരുന്നതാണ്. വ്യക്തികളെ തിരിച്ചറിയാനുള്ള ബിഹേവിയർനെസ് തരുന്ന സാധനമാണ് ആര്? ഓക്സിട്രോസിൻ. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ മുന്നിൽ വരുന്നു, അച്ഛനെ കണ്ടു. അച്ഛനെ കണ്ടപ്പോൾ, അച്ഛൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു വൈദികനാണെന്ന് മനസ്സിലാക്കി. തൊട്ടപ്പുറത്തേക്കുന്ന രാധാകൃഷ്ണൻ സാറിനെ കാണുമ്പോൾ അദ്ദേഹം വേറൊരാളാണ്, വ്യക്തിയാണ്. അപ്പൊ കൃത്യമായി ആ വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്ത് ആ വ്യക്തിക്ക് കൊടുക്കേണ്ട ബഹുമാനം എങ്ങനെ കൊടുക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ അമ്മ മുന്നിൽ വരുമ്പോൾ, നമ്മുടെ ടീച്ചർ മുന്നിൽ വരുമ്പോൾ ആൾക്കാരെ കൃത്യമായി തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന സാധനമാണ് ആരാ? ഓക്സിട്രോസിൻ. ഈ അടുത്ത കാലത്ത് നിങ്ങൾ കേട്ടല്ലോ, ഡോക്ടർ വന്ദന കൊല്ലപ്പെട്ടു. കേട്ടായിരുന്നോ? കേട്ടോ? ആരാ കൊന്നേ? പേഷ്യൻ്റാണോ കൊന്നേ? സൈക്കോ ആണോ കൊന്നേ? ആരാ കൊന്നേ മക്കളെ? ആരാ കൊന്നേ? നിങ്ങളൊന്ന് വാർത്തയൊന്നും കാണാറില്ലേ? ഒരു സാറാ കൊന്നേ, ഒരു അധ്യാപകനാ കൊന്ന മക്കളെ. ആരാ കൊന്നേ? ഒരു അധ്യാപകനാ കൊന്നേ. ഒന്ന് ആലോചിച്ചു. ബുദ്ധിയുള്ള ആളല്ലേ? വിദ്യാഭ്യാസമുള്ള ആളല്ലേ? ആണ്. പക്ഷെ കുഴപ്പം എന്താണെന്നറിയോ? ലഹരി ഉപയോഗിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഓക്സിട്രോസിൻ ഡിസ്റ്റർബ്ഡ് ആണ്. ഓക്സിട്രോസിൻ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ കുഴപ്പം എന്താണെന്നറിയോ? മുന്നിൽ നിൽക്കുന്ന ആളിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. മുന്നിൽ നിൽക്കുന്ന ഡോക്ടറാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. മുന്നിൽ നിൽക്കുന്ന അമ്മയാണെങ്കിൽ അമ്മയെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. മുന്നിൽ നിൽക്കുന്ന മകളാണെങ്കിൽ മകളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. മുന്നിൽ നിൽക്കുന്ന വൈദികനാണെങ്കിൽ വൈദികനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓപ്പോസിറ്റായി പെരുമാറും. നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങളൊരു അധ്യാപകനിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനായിരിക്കും ചെല്ലുന്നത്. അധ്യാപകൻ ലഹരി ഉപയോഗിച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഓക്സിട്രോസിൻ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളോട് മോശമായി പെരുമാറിയാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, സമൂഹത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനമായി ആര് മാറുന്നു? ഡ്രഗ്സ് മാറുന്നു. ഈ ഡ്രഗ്സിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം? പ്രിവെൻഷൻ നടത്തും. ഡ്രഗ്സ് നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കാതിരിക്കാനുള്ള ഒരു പ്രിവെൻഷൻ നമ്മൾ ഉണ്ടാക്കണം. ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്ന് തീരുമാനം എടുക്കണം. ഞാൻ ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ലഹരി ഉപയോഗിക്കില്ല. എൻ്റെ കൂട്ടുകാരും ലഹരി ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായല്ലോ? ഒരു വിധത്തിലുള്ള ലഹരിയും സമൂഹത്തിലേക്ക് വരാൻ എന്നെ കൊണ്ടാകുന്ന എന്ത് പ്രവർത്തനവും ഞാൻ ചെയ്യുമെന്ന് തീരുമാനിക്കും. മനസ്സിലായല്ലോ? സ്കൂളിന്റെ പരിസരത്തോ എവിടെയെങ്കിലുമൊക്കെ ലഹരിയൊക്കെ ഉണ്ടെങ്കിൽ ആ ലഹരി ഞാൻ ഒഴിവാക്കുന്നതിന് വേണ്ടി എന്ത് കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യും. അപ്പം ഞാൻ ആരോടെങ്കിലും ടീച്ചേഴ്സിനോട് അറിയിക്കും, ഇല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പോലീസിനെ അറിയിക്കും. ശരിയല്ലോ? ഇങ്ങനെ അറിയിക്കുമെന്ന് തീരുമാനിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ഒഴിവാക്കാനായി നമുക്ക് സാധിക്കും. ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് ആൾക്കാർ സിനിമയുടെ ലാസ്റ്റ് ഒരു വചനം പറഞ്ഞായിരുന്നു, എന്തോന്ന്? സേ നോ ടു ഡ്രഗ്സ്. അപ്പോൾ ഒരു നോ പറയാൻ നമുക്ക് സാധിക്കണം. ചില അവസരങ്ങളിൽ നോ ഒരു വലിയ സാധനമാണെന്ന് മനസ്സിലായി. യേശുദാസ് എന്ന് പറഞ്ഞ മനുഷ്യനെ അറിയോ മക്കളെ? ആരാ? പാട്ടുകാരൻ. ഈശ്വരൻ ആ മനുഷ്യന് ഒറ്റ കഴിവേ കൊടുത്തോളൂ. എന്തോ മക്കളെ? പാട്ടുപാടും. അതിനപ്പുറത്ത് വേറെ കഴിവുകളൊന്നും ഇല്ല. മനുഷ്യൻ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് പാട്ടുപാടും. വേറൊരു ചേച്ചിയുണ്ട്, റിമി ടോമി, അറിയൂ? ചേച്ചി പാട്ടിന്റെ കൂടെ എന്തോ കൂടെ ചെയ്യും? ഡാൻസ് കൂടെ ചെയ്യും. പക്ഷേ യേശുദാസിന് പാട്ടിന്റെ കൂടെ ഡാൻസ് കൂടെ ചെയ്യാനുള്ള കഴിവില്ല. അടങ്ങി ഒതുങ്ങി ഒരിടത്ത് നിന്നെന്തോ ചെയ്യും? പാട്ടുപാടും. പക്ഷെ എത്ര വയസ്സുണ്ടെന്ന് അറിയാം മക്കളെ? എത്ര വയസ്സുണ്ട്? 84 വയസ്സ് കഴിഞ്ഞ് 85ലേക്ക് പോകും. 84 വയസ്സ് കഴിഞ്ഞ് 85ലേക്ക് പോകുമ്പോഴും മനോഹരമായി പാട്ടുപാടും. കിട്ടിയിരിക്കുന്ന കഴിവുകളെ വളരെ അതിമനോഹരമായി സൂക്ഷിക്കുന്ന ഒരു കലാകാരൻ. കണ്ടോ? ആ കഴിവ്, ഈശ്വരൻ കൊടുത്ത ഈ നന്മ, പാടാനുള്ള നന്മ നശിച്ചു പോകാതെ അതിനെ ആ മനുഷ്യൻ ഇങ്ങനെ സൂക്ഷിക്കുക, ദൈവത്വം പോലെ സൂക്ഷിക്കുകയാണെന്ന് മനസ്സിലായി. വളരെ മനോഹരമായി സൂക്ഷിക്കും. ആ മനുഷ്യന്റെ മുന്നിലേക്ക്
ഒരു ഐസ്ക്രീം കൊണ്ട് കൊടുത്തെന്ന് വെച്ചു, അല്ലെങ്കിൽ ഒരു തണുത്ത ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുത്തെന്ന് വെച്ചു. ആ സെക്കൻഡിൽ ആ മനുഷ്യൻ എന്ത് പറയുമെന്ന് അറിയാമോ? നോ, ഇതെനിക്ക് വേണ്ട. അപ്പം നോ എന്തുകൊണ്ടാണെന്നറിയാം? അദ്ദേഹത്തിന് അറിയാം തണുത്ത വെള്ളം കുടിച്ചാൽ വിക്സിന്റെ പരസ്യത്തിൽ പറയും, എന്താ പറയും? വെക്കലും കിച്ച് കിച്ച് വരും അല്ലേ? കിച്ച് കിച്ച് വന്നാൽ പാട്ട് പോവും. ശരിയല്ലോ? അപ്പൊ ഈ തിരിച്ചറിവാണ് എനിക്ക് ദൈവം തന്ന നന്മ നശിച്ചു പോകരുത്, ദൈവം തന്ന മനോഹാരം നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള തിരിച്ചറിവ് ആ മനുഷ്യനെ 85 വയസ്സിലും അതിമനോഹരമായി നിൽക്കാൻ സഹായിക്കുമ്പോൾ, സിനിമാ ലോകത്ത് നമുക്കൊരു പ്രശസ്തനായ വ്യക്തി ഉണ്ടായിരുന്നു, അറിയുമോ? ചാലക്കുടിക്കാരനായ ഒരു മനുഷ്യൻ. ആരാ മക്കളെ? ആരാ? മണിച്ചേട്ടൻ ഈശ്വരൻ എന്തെല്ലാം കഴിവുകൾ കൊടുത്തു. പാടാൻ കഴിവുണ്ടായിരുന്നോ? നാടൻ പാട്ടെഴുതാൻ കഴിവുണ്ടായിരുന്നോ? സിനിമയിൽ അഭിനയിക്കാൻ കഴിവുണ്ടായിരുന്നോ? മിമിക്രി നടത്താൻ കഴിവുണ്ടായിരുന്നോ? അപ്പൊ ഈശ്വരൻ കൂടുതൽ ഗിഫ്റ്റ് കൊടുത്തത് ആർക്കാ? യേശുദാസിനാണോ മണിച്ചേട്ടനാണോ? ആലോചിച്ച് നോക്കിയേ. കണ്ടോ? കിട്ടിയ കഴിവിനെ യേശുദാസ് പോളിഷ് ചെയ്ത് ദൈവത്വം പോലെ സൂക്ഷിച്ചപ്പോൾ, ചിലത് വേണ്ടാത്തതിനോട് ദാസേട്ടൻ നോ പറഞ്ഞപ്പോൾ മണിച്ചേട്ടന് പറ്റിയ കുഴപ്പം എന്താണെന്നറിയോ? എന്താ മക്കളെ? ചിലതിനോട് നോ പറഞ്ഞില്ല. തൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന, തനിക്ക് ദൈവം തന്ന നന്മകളെ നശിപ്പിച്ച് കളയുന്ന ചിലതിനോട് നോ പറയാൻ ആർക്ക് സാധിച്ചില്ല? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെറും 47 വയസ്സിൽ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ ആ മനുഷ്യൻ കാരണമായെങ്കിൽ ഒറ്റ ഒരു കാര്യമേ പറയാനുള്ളൂ. എന്തുകൊണ്ടാ? രോഗങ്ങൾ വല്ലോന്നാണോ? അല്ല. അദ്ദേഹം ഉള്ളിലേക്ക് കൊണ്ടുവന്ന ഈ സമൂഹത്തിന് എന്തെല്ലാം പുതിയ നല്ല സിനിമകൾ കൊടുക്കേണ്ട ഒരു മനുഷ്യനാണ്. ചില സിനിമകളൊക്കെ കാണുമ്പോൾ അഭിനയ മുഹൂർത്തങ്ങളെ ഞാനിങ്ങനെ അഭിമാനത്തോടു കൂടി ഓർക്കും. മനസ്സിലായല്ലോ? അദ്ദേഹം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനെന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പൊട്ടക്കണ്ണനായിട്ട് അഭിനയിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ ആ പൊട്ടക്കണ്ണനായി അഭിനയിച്ച, കുരുടനായി അഭിനയിച്ച അവസ്ഥ ഒപ്പം സിനിമയിലെ നമ്മുടെ മഹാനടനായ മോഹൻലാലിന്റെ ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യും. മോഹൻലാൽ കുരുടനാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ മോഹൻലാലിന്റെ ഒരു കമ്പ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് തോന്നുന്നത്. കാരണം മോഹൻലാലിന്റെ കണ്ണിന്റെ കൃഷ്ണമണി നോർമലായിരിക്കുകയാണ്. കണ്ട അദ്ദേഹത്തെ കാഴ്ച ഉള്ളവനായി തന്നെ തോന്നത്തുള്ളൂ. പക്ഷേ കലാഭവൻ മണിയുടെ പൊട്ടക്കണ്ണനെ കണ്ടു കഴിഞ്ഞാൽ അസൽ കുരുടനാ. കണ്ണിന്റെ കൃഷ്ണമണി എവിടെ ഇരിക്കുകയാണെന്ന് ചിന്തിച്ചോളും. അത്ര അതിമനോഹരമായി അഭിനയിച്ച ഒരു മനുഷ്യൻ. ആലോചിച്ചോളും. ചില സാധനങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ നശിപ്പിച്ചു എന്ന് മനസ്സിലാക്കും. അപ്പൊ ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം, നമ്മളുടെ ജീവിതങ്ങളെ നശിപ്പിക്കാൻ, നാളെ ഈ നാടിനെ നയിച്ചു കൊണ്ടുപോകേണ്ട നിങ്ങളുടെ ജീവിതങ്ങളെ നശിപ്പിക്കാൻ സാധ്യതയുള്ള ചിലതിന് നേരെ നോ പറയാനുള്ള ആർജവത്വം നിങ്ങൾക്കുണ്ടാവും. ആ നോകൾ പറയാൻ വേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ഷോർട്ട് ഫിലിംസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മാക്ഫാസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലാതെ മാക്ഫാസ്റ്റിന് ഒരു പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടോ മാക്ഫാസ്റ്റിന് കുറെ പൈസ ഉണ്ടായിട്ടോ ഒന്നുമല്ല. മാക്ഫാസ്റ്റ് ചെയ്യുന്നത് നാളെ ഈ നാടിനെ നയിച്ചു കൊണ്ടുപോകാൻ ഒരു കൂട്ടം യുവാക്കളും ഒരു കൂട്ടം കൗമാരപ്രായക്കാരും ഉണ്ടാകേണ്ടിയിരിക്കും. നിങ്ങൾ വളർന്ന നല്ല അതിമനോഹരമായി ഉണ്ടെങ്കിൽ മാത്രമേ ഈ നാടിന് അഭിമാനത്തോടു കൂടി മുമ്പോട്ട് പോകാനായി സാധിക്കുന്നു. അപ്പൊ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ആർജവത്തോടുകൂടി നോ പറയാൻ നിങ്ങളെ എന്ത് ചെയ്യുക? പ്രേരിപ്പിക്കുക. ആ നോ പറയാൻ നിങ്ങൾക്ക് കഴിയട്ടെ. മനസ്സിലായല്ലോ? കേരളത്തിന്റെ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയുടെ കവിയായ കടമനിട്ട രാമകൃഷ്ണന് അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ പറഞ്ഞൊരു ഇതുണ്ട്. ഒരു അമ്മക്കോഴി തൻ്റെ കുഞ്ഞു കോഴിയോട് പറയുന്ന ഒരു വാചകം. കുഞ്ഞു കോഴിയോട് പറയുകയാണ്, ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ശ്രദ്ധിക്കണം. കാരണം നിന്നെ പിടിച്ചു തിന്നാൻ ആരൊക്കെ വരും മക്കളെ? കഴുകൻ വരും. കഴുകൻ മാത്രമേ വരത്തോളൂ. കീരി വരും. ശരിയല്ലോ? പാമ്പ് വരും. പല സാധനം, പുള്ളു വരും. ഇങ്ങനെ പലതും വരും. ഇതൊക്കെ എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? ഒന്ന് മേളിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഒരെണ്ണം ഇപ്പുറത്തൂടെ ആയിരിക്കും വരുന്നത്. ശരിയല്ലോ? അപ്പം അമ്മക്കോഴി പറഞ്ഞു കൊടുക്കുകയാണ്, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും ഉൾക്കണ്ണ് വേണം, അണയാത്ത കണ്ണ്. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ മക്കളെ. നിങ്ങളിലും നമ്മുടെ ഈ 2 കണ്ണ് തുറന്നിരുന്നാൽ മാത്രം പോരാ, വിവേകത്തിന്റെ ഉൾക്കണ്ണുകൾ തുറന്നിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനൊരു വിളക്കായി മാറട്ടെ ഈ ഷോർട്ട് ഫിലിം മാക്ഫാസ്റ്റ് തയ്യാറാക്കിയത്. എല്ലാവർക്കും ഈ ജൂൺ 26 എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 തിരുവല്ല മാക്ഫാസ്റ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ MB പത്മകുമാറും എക്സൈസ് നാർക്കോട്ടിക് സെൽ പ്രിവന്റീവ് ഓഫീസർ ശ്രീ ബിനു വർഗീസും നൽകിയ ലഹരി വിരുദ്ധ സന്ദേശമാണ്. നന്ദി, നമസ്കാരം. Radio Mac Fast 90.4